വിഭാഗങ്ങളുടെയും ഭഗവതിമാർ നിലപാട് തറയ്ക്ക് സമീപം ഉപചാരം ചൊല്ലി പിരിയും. ഇതോടുകൂടി പൂരപ്രേമികളുടെ മനസ്സിൽ അടുത്ത വർഷത്തെ പൂരത്തിനായിട്ടുള്ള കാത്തിരിപ്പായിരിക്കും എന്നുള്ളതാണ്. ഒരു വർഷം നീണ്ട കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അരുൺ കൊടുങ്ങൂരിലേക്ക് പോകുന്നു. അരുൺ, തൃശ്ശൂർ പൂരത്തിൻ്റെ ആ അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ. പിന്നീട് 12:30 കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ്. എങ്ങനെയാണ് അവസാന നിമിഷത്തെ ചടങ്ങുകൾ? കഴിയാത്ത അതേ ഒരു വികാരത്തിലാണ് തൃശ്ശൂരുള്ളത്. പൂരമെന്നാൽ അവർക്കൊരു വലിയ വികാരമാണ്. ആ 36 മണിക്കൂർ നീണ്ട ആ മനോഹരമായ പൂരത്തിന് പരിസമാപ്തിയിലേക്ക് എത്തുന്നു. ആ പൂരം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ആ മനോഹരമായുള്ള കാഴ്ച, അതോടൊപ്പം തന്നെ ഹൃദയഭേദകമായുള്ള ഒരു കാഴ്ച, ഇരു ഭഗവതിമാരും ഉപചാരം ചൊല്ലിപ്പിരിക്കുന്ന ആ ചടങ്ങ് ശരിക്കും തൃശ്ശൂരുകാരെ സംബന്ധിച്ചോളം കണ്ണു നിറയാതെ കാണാൻ പറ്റുന്ന ഒരു ചടങ്ങല്ല. കാരണം ഇനി ഒരു വർഷക്കാലം അവരുടെ മനസ്സിൽ അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പാണ്, അടുത്ത കൊടിയേറ്റിനായുള്ള ഒരു കാത്തിരിപ്പാണ്. കാരണം ഈ പൂരവുമായി അത്ര ഇഴുകിച്ചേരുന്ന ബന്ധമാണ് തൃശ്ശൂരിനുള്ളത്, മേളവുമായി അത്ര ഇഴുകിച്ചേരുന്ന ബന്ധമാണ് തൃശ്ശൂരിനുള്ളത്. അങ്ങനെ പൂരം, മേളം, വെടിക്കെട്ട്, ആന, അങ്ങനെ എല്ലാത്തിനോടും ഇഴുകി ചേർന്നുകൊണ്ട് ശബ്ദന്റെ തട്ടകമായ ഈ ഒരു മണ്ണ് എല്ലാ തരത്തിലും പൂരാവേശത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടത്. എന്തായാലും ആവേശത്തോടെ തന്നെയാണ് ഈ ഒരു നാടഭാഗി പൂരത്തെ കാണുന്നത്. എന്തായാലും ഇനി കാത്തിരിക്കുന്നത് ഇരു ഭഗവതിമാരും ഉപചാരം ചൊല്ലിപ്പിരിക്കുന്ന ആ ഒരു ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാനായി. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഉള്ളിൽ തന്നെ ആ ചടങ്ങ് ഇവിടെ നടക്കും. അതിനായുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടും 2.5 മണിക്കൂറോളം തീർന്ന ആ ചെണ്ടമേളം, അത് പൂരനഗരിയെ ഒന്നാകെ വിസ്മയിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ആ മേളത്തിന് ശേഷമാണ് ഇരു ഭഗവതിമാരും ഇനി ഉപചാരം ചൊല്ലിപ്പിക്കാനുള്ള ആ ഒരു ചടങ്ങിലേക്ക് പോകുന്നത്. എന്തായാലും ആ ചടങ്ങിലേക്ക് ഈ ശക്തന്റെ തട്ടകം, പൂരനഗരി ഒന്നാകെ, ഈ ഉത്സവ കേരളം ഒന്നാകെ കടക്കുകയാണ്. എന്തായാലും ആ ഒരു ചടങ്ങിലേക്ക് തന്നെ ഇപ്പോൾ പോവുകയാണ്. തൃശ്ശൂർ നഗരിയിൽ നിന്ന്, പൂരനഗരിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 ദിവസമായി കാണുകയായിരുന്നു. ആ പൂരം ഇങ്ങനെ കൊട്ടിക്കയറി ഒടുവിൽ അത് മൂർധന്യത്തിലേക്ക് പോകുന്നു. ഇന്ന് പരിസമാപ്തിയിലേക്ക് പോകുന്ന നിമിഷത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിമിഷങ്ങൾ മാത്രമാണ് തൃശ്ശൂർ പൂരത്തിന് സമാപനമാകാൻ ഉള്ളത്. ശ്രീമൂലസ്ഥാനത്തെ മേളങ്ങളുടെ കൊട്ടിക്കലാശം ആണ്. എന്തായാലും ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടുകൂടി പിന്നീട് ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അവർക്കതൊരു വലിയ കാത്തിരിപ്പ് തന്നെയാണ്. 36 മണിക്കൂർ നീണ്ട തൃശ്ശൂർ പൂരത്തിനാണെന്ന് സമാപനം ആകുന്നത്. മിഥുൻ അയ്യപ്പൻ കൂടി ചേരുന്നുണ്ട്. മിഥുനെ സംബന്ധിച്ചിടത്തോളം ഒരു തൃശ്ശൂരുകാരനാണ്. നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് പറയുന്നതിലപ്പുറമാണ് മിഥുൻ്റെ വികാരം, തൃശ്ശൂർ ജനതയുടെ വികാരം. എന്തായാലും ഇനി നിമിഷങ്ങൾ കൂടിയേ ഉള്ളൂ മിഥുൻ. തീർച്ചയായിട്ടും തൃശ്ശൂർക്കാരെ മാത്രമല്ല, ഈ പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു അവസാനിക്കുന്ന ഒന്നല്ല. അതൊരു പക്ഷെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു പ്രകടനം അത് അവസാനിക്കുന്നത് ഇന്നാണെങ്കിൽ പോലും, ഇന്ന് അവസാനിക്കുന്നത് പൂരത്തിനുള്ള അടുത്ത പൂരം ആരംഭിക്കുകയായി എന്നുള്ളതാണ്. ബന്ധപ്പെട്ടവർ, പൂരത്തെ അത്രമേൽ അടുത്ത് അറിയുന്നവർ എല്ലാവരും ഈ പൂരത്തിൻ്റെതായിട്ടുള്ള നടപടികൾ അതെല്ലാം വീണ്ടും ഇന്നു മുതൽ ആരംഭിക്കും. ഓരോ ഉപചാരം ചൊല്ലിപ്പിരിയലിന്റെയും ഒടുക്കത്തിൽ നിന്ന് വീണ്ടും തുടങ്ങുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇന്നു മുതൽ തന്നെ ആരംഭിക്കുക അടുത്ത പൂരത്തിനുള്ള ഒരുക്കങ്ങൾ എന്നുള്ളതാണ്. അടുത്ത പൂരം നടക്കാൻ പോകുന്നത് 2027 ഏപ്രിൽ 17-ാം തീയതിയാണ് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത പൂരം, ആ പൂരത്തിലേക്കുള്ള അടുത്ത യാത്രയാണ് ഇന്നു മുതൽ ഇനി ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കണ്ടത് 36 പൂരത്തിന്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള ഘോഷങ്ങൾ, അതിമനോഹരമായിട്ടുള്ള ശബ്ദവിന്യാസങ്ങൾ, ഇതെല്ലാമാണ് കഴിഞ്ഞ 36 മണിക്കൂറുകളായി മലയാളക്കര കണ്ടത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഘോഷത്തേക്കും ആ കാഴ്ചകളിലേക്കുമുള്ള യാത്ര അതിന്ന് ആരംഭിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, വലിയൊരു
അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പൂരം കടന്നുപോയത്. ഒരിക്കലും ഇങ്ങനെയൊരു പൂരക്കാലം ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലുമായിരിക്കും ഇനിയുള്ള നിമിഷങ്ങൾ മുഴുവൻ എന്നുള്ളത്. കാരണം അടുത്ത ഓരോ നിമിഷവും അടുത്ത പൂരത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയായി. അത് പല വിധത്തിലുള്ള ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്ന ഒരുക്കങ്ങളല്ല. അത് പൂർണ്ണമായും ഒരു വർഷത്തെ തന്നെ പൂർണ്ണമായ ഒരുക്കങ്ങളുണ്ട് അതിനുള്ളിൽ എന്നുള്ളത് തന്നെയാണ്. ഓരോ ദേശക്കാരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണുള്ളത്. ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് നമ്മൾ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ള ഈ വടക്കുന്ന ഒതുങ്ങുന്ന ഒന്നല്ല. അതിനപ്പുറത്തേക്ക് 10 ദിവസം മുമ്പ് കൊടിയേറുന്ന 8 ഇടങ്ങളുണ്ട്, 8 ദേശങ്ങളുണ്ട്. കണിമംഗലം മുതൽ അതുപോലെ തന്നെ നെയ്തലക്കാൽ 8 ഘടകക്ഷേത്രങ്ങളുടെ ദേശങ്ങളുണ്ട്. ആ ദേശങ്ങളിലെല്ലാം നടക്കുന്ന ചടങ്ങുകൾ ഇതെല്ലാം തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിന്റെ ചരിത്രം എന്താണെന്നും അതിന്റെ ഓരോ കാലത്തോടനുബന്ധിച്ചും ഇവിടെ ഉണ്ടായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങളും പരിഷ്കാരങ്ങളും എന്തൊക്കെയാണ് എന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ പലപ്പോഴായി നമ്മൾ സംസാരിച്ചിരുന്നു. പലപ്പോഴായി നമ്മൾ പരസ്പരം നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തിയിരുന്നു. പക്ഷേ അതെല്ലാം ഓരോ ഘട്ടത്തിലും ഉണ്ടായ പരിഷ്കാരങ്ങൾ നമ്മൾ ഓരോ വർഷവും ഉണ്ടായിരുന്ന പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളും നവീനമായിട്ടുള്ള ഇടപെടലുകളും എല്ലാം തൃശ്ശൂർ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അകത്ത് കയറിയിരിക്കുന്ന വലിയൊരു ഘോഷം നമ്മൾ കണ്ടില്ലേ? 2-2.5 മണിക്കൂറുകൾ നീണ്ടുനിന്ന വലിയ വാദ്യഘോഷങ്ങൾ കണ്ടില്ലേ? ആ വാദ്യഘോഷങ്ങൾ ഇപ്പോൾ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഇപ്പോൾ തെക്കേ ഗോപുരം പടിഞ്ഞാറ് ഗോപുര നടയിലൂടെ ഇപ്പോൾ വടക്കുന്നാഥനകത്തേക്ക് കയറിയാണ്. വടക്കുന്നാഥനെ വണങ്ങി ഒരിക്കൽ കൂടി വണങ്ങി അവർ പുറത്ത് വരും. പുറത്തു വരുന്നതോടുകൂടി ഇന്നലെ വരെ കണ്ടിരുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ കുടമാറ്റത്തിലും ചമയ പ്രദർശനത്തിലും പന്തലുകളുടെ അലങ്കാരങ്ങളിലും ക്ഷേത്ര അലങ്കാരങ്ങളിലും അതുപോലെ തന്നെ വെടിക്കെട്ടിലുമെല്ലാം ഇത്തവണ വെടിക്കെട്ടിലെ വാശി നമ്മൾ കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സാധാരണഗതിയിൽ വെടിക്കെട്ടിലുമെല്ലാം ഉണ്ടായിരുന്ന വലിയ വലിയ വാശിയുണ്ട്, വലിയ മത്സരമുണ്ട്. പരസ്പരം ഞങ്ങളുടെ കുടകളാണ് നല്ലതെന്നും പരസ്പരം ഞങ്ങളുടെ സമയങ്ങളാണ് നല്ലതെന്നും ഞങ്ങളുടെ ഗജനിരയായിരുന്നു ഏറ്റവും ശ്രേഷ്ഠമെന്നും ഞങ്ങളായിരുന്നു ഏറ്റവും മികച്ച ആനകളെ അണിനിരത്തിയതിനുള്ള അവകാശവാദങ്ങളും വലിയ സന്തോഷ പ്രകടനങ്ങളും എല്ലാം ഉണ്ടായിരുന്ന 2 മനുഷ്യരാണ്, 2 ദേശക്കാരാണ് ഇന്ന് ഏറ്റവും ഒരൊറ്റ ഹൃദയത്തോടു കൂടി അവിടെ നിൽക്കുന്നത്. ഈ പൂരം ഇതാ കഴിയാൻ പോകുന്നു, ഏറ്റവും സങ്കടം തന്ന പൂരം ഇതാ നമ്മളോടൊപ്പം കഴിയാൻ പോകുന്നു എന്നുള്ള ഒരു മനോഭാവത്തിലൂടെയാണ് ഇപ്പോൾ ഇതാ ഈ പടിഞ്ഞാറേ ഗോപുര നടയ്ക്ക് മുമ്പിൽ തിരുവമ്പാടിയുടെയും ദേശക്കാർ ഇപ്പോൾ നിൽക്കുന്നത്. അടുത്ത തവണ ഏറ്റവും ഉഷാറായി ഏറ്റവും അടിപൊളിയായിട്ടുള്ള പൂരം തന്നെ ഇത്തവണ ഉണ്ടാകുമെന്നുള്ള അതേ ഹൃദയത്തിലുള്ള അതേ കാര്യങ്ങൾ തന്നെ മന്ത്രിച്ചുകൊണ്ടാണ് അവിടെ എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ അവരുടെ മുമ്പിൽ ഇപ്പോൾ ആ വാശിയില്ല. ഇപ്പോഴുള്ള വാശി എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്കുള്ള പൂരത്തിനുള്ള ഒരുക്കങ്ങളിലേക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന വാശിയെല്ലാം ഇപ്പോൾ ഒരു സൗഹൃദത്തിലേക്ക്, ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് മാറിയിരിക്കുന്നു. ഉടൻ തന്നെ ഇരുദേവിമാരും പുറത്തേക്ക് എഴുന്നള്ളി അവർ ദീപസ്തംഭത്തിന് ഇടംവലം നിന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവിമാരുടെ ഒരു ചടങ്ങ്, അത് എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ്. 2 ഭഗവതിമാരെ മസ്തകത്തിലെത്തിയ കൊമ്പന്മാർ, ആ കൊമ്പന്മാർ രണ്ടും തുമ്പി ഉയർത്തി നമസ്കാരം ചൊല്ലുന്നതോടെ അത് ഉപചാരം ചൊല്ലി പിരിയുന്നതായി മാറുന്നു. ആ ഉപചാരം ഇനി വീണ്ടും നമ്മൾ അടുത്ത വർഷം കാണാമെന്നുള്ള ദേവിമാരുടെ പരസ്പരം പറച്ചിലുണ്ട്. ആ പറച്ചിൽ തന്നെയാണ് ഏറ്റവും വലിയ അകക്കാമ്പ് എന്ന് പറയുന്നത്. കാരണം വാശിയും വീറും അതുപോലെയുള്ള എല്ലാം ഈ വടക്കുന്നാഥന്റെ മുന്നിൽ നമ്മളിതാ എത്തിക്കുന്നു. നാളെ അടുത്ത പൂരം ഗംഭീരമാക്കാനുള്ള വാശി, ആ ഒരു മനോഭാവം തന്നെയായിരിക്കും ഓരോ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും ഭാഗത്തു നിന്നുള്ള ഓരോ കമ്മിറ്റിക്കാരുടെയും അതുപോലെ തന്നെ ഓരോ ദേശക്കാരുടെയും എല്ലാം ഉള്ളിൽ ഇപ്പോൾ ഉണ്ടാകും തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ പൂരപ്പറമ്പിന്റെ
അത് തന്നെയാണ് ഇന്ന് എന്ന് പറയുന്നത് പകൽപൂരമാണ്. ഇന്നിവിടെ പൂരം കാണാൻ എത്തിയവരിൽ കൂടുതലും തൃശ്ശൂർക്കാരാണ്.